എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണല്ലേ ഈ കട്ട്ലറ്റ്. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആകെ മൂന്ന് സാധനം മാത്രം മതി. അപ്പോൾ അതാ ഞാൻ കുറച്ച് സവോള, ഒരു 3 സവോള എടുത്തിട്ട് ഒന്ന് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കന്, എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് മിക്സ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നന്നായിട്ട് ഓവറായിട്ട് കുക്കായി പോകാൻ പാടില്ല. ഇതുപോലെ ഒരു ആവശ്യത്തിന് വെന്ത് ഒന്ന് ഉടച്ചെടുക്കാൻ പാകത്തിനായി കിട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുഴച്ച് മിക്സ് ആക്കി എടുക്കട്ടോ. പിന്നെ അതാ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് കട്ട്ലറ്റ് പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ അത് കറക്റ്റ് ഒരു ഷേപ്പിലായി കിട്ടൂല കേട്ടോ. ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റായി കിട്ടൂല. അപ്പം നമ്മൾ ഞാനിപ്പോൾ ചെറിയ ഈ കടുകും ഉലുവയൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ കുപ്പികൾ ഉണ്ടാവില്ലേ, അതിൻ്റെ കുപ്പിൻ്റെ അടപ്പെടുത്തിട്ട് അതിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള കട്ടിയിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഓവർ കട്ടി വേണ്ട. പാകത്തിന് കട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ പകുതി ഇട്ടിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് കൈവച്ച് അങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളെ കൈയിന്റെ ഉള്ളനടിയിലേക്ക് ഒന്ന് തട്ടിക്കൊടുത്താൽ ഓരോന്നായിട്ട് നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വീഴുട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി നോക്കണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി കഴിയും. അധിക സമയം പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ എന്താ പറയുക കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം കട്ട്ലറ്റ് എല്ലാം അവിടെ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇല്ലെങ്കിൽ റസ്ക് ആയാലും മതി കേട്ടോ, ഏതായാലും മതി. അതിനുശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഡിപ്പ് ചെയ്തെടുത്തിട്ട് വേണം ബ്രെഡ് ക്രംസിലേക്ക് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം ഓരോ കട്ട്ലറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ കോഴിമുട്ടൻ്റെ മിക്സിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ 2 രീതിയിൽ ഫ്രൈ ചെയ്യുക. ഡീപ്പ് ഫ്രൈ ആയിട്ടും അതുപോലെ ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്യട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. അതും അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ കുറച്ച് അധികം ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്താൽ അധികം ഓയിൽ കുടിക്കൂല. അപ്പോൾ അതാ ഞാൻ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു തിരിച്ചു മറിച്ചിട്ട് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അധികം എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അത് പൊട്ടിപ്പോവാതെ നോക്കണേ കോരിയെടുക്കുമ്പോൾ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി നല്ല ഈസി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.